നമസ്തേ. ഹിന്ദി ഗ്ലോബിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കലിംഗ വിജയത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്തത്. നമുക്കതിൻ്റെ ബാക്കി ഭാഗം ഒന്ന് നോക്കാം. രേഖയും അശോക ചക്രവർത്തിയും തമ്മിലുള്ള സംഭാഷണമായിരുന്നു ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അതായത് വീതശോകിനെ രാജഭവനത്തിൽ നിന്ന് പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട് അവർ രണ്ടുപേരും സംസാരിക്കുന്നതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. രേഖ: सम्राट याद है आपको, एक बार चांदी सी चमकती हुई गंगा की लहरों पर हम लोग नौका विहार के लिए निकले थे. രേഖ അശോക ചക്രവർത്തിയോട് പറയുകയാണ്, അല്ലയോ ചക്രവർത്തി, താങ്കൾക്ക് ഓർമ്മയുണ്ടോ? ഏക് ബാർ ഒരു പ്രാവശ്യം, ചാന്ദി സി ചമക്കത്തി ഹുയി വെള്ളി പോലെ തിളങ്ങുന്ന, ഗംഗാ കി ലഹരോं पर ഗംഗാ നദിയുടെ തിരമാലകളിലൂടെ ഹം ലോഗ് നൗകാ വിഹാർ കെ ലിയെ നിക്കലേ ഥേ, നമ്മൾ രണ്ടുപേരും കൂടി നൗകാ വിഹാർ കെ ലിയെ, നൗകാ വിഹാർ എന്ന് പറഞ്ഞാൽ നാവുപ്പർ വിഹാർക്കാണ്, തോണിയിൽ യാത്ര ചെയ്യുന്നതിനാണ് പറയുന്നത്. തോണിയിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നിരുന്നു. തബ് അപ്പിനെ വിശാൽ രാജ്ഭവൻ കി ഓർ ദേക്കർ, അപ്പോൾ താങ്കൾ അങ്ങയുടെ വിശാലമായ രാജകൊട്ടാരത്തിലേക്ക് നോക്കിയിട്ട് എന്നോട് പറഞ്ഞിരുന്നു, നജാനെ കബ് തും ഇസ് ഭവൻ കോ സുശോഭിത് കരോഗി, അല്ലയോ രേഖ, എപ്പോഴാണ് നീ എൻ്റെ ഈ രാജകൊട്ടാരത്തെ സുശോഭിതമാക്കുക എന്ന് എനിക്കറിയില്ല, അത് എപ്പോഴാണ് നീ ചെയ്യുക എന്ന് അദ്ദേഹം ചോദിച്ചിരുന്നു. അതായത് ചക്രവർത്തി ചോദിക്കുന്നത്, എന്നാണ് നീ എനിക്ക് സ്വന്തമാവുക, അല്ലെങ്കിൽ എൻ്റെ മഹാറാണിയായി നീ എന്നാണ് വരിക എന്നാണ് അദ്ദേഹം ചോദിച്ചത്. മേനെ ക്യാ ഉത്തർ ദിയാ ഥ, അന്ന് ഞാൻ എന്താണ് മറുപടി തന്നിരുന്നത്? യാദ് ഹെ, ഓർമ്മയുണ്ടോ താങ്കൾക്ക് എന്നാണ് രേഖ ചോദിക്കുന്നത്. അശോക്: യാദ് ഹെ. രേഖ: മേനെ കഹാ ഥാ കി അബ് ആപ്പ് സാരെ ഭാരത് കെ ചക്രവർത്തി സമ്രാട്ട് ഹോ ജായേങ്കെ, ഞാൻ അപ്പോൾ താങ്കൾക്ക് തന്ന മറുപടി ഇപ്രകാരമായിരുന്നു. അതായത് ജബ് ആപ്പ്, എപ്പോഴാണോ അങ്ങ് സാരെ ഭാരത് വർഷയ്ക്ക്, ഈ ഭാരത ഭൂമിയുടെ ചക്രവർത്തിയായി മാറുന്നത്, തബി മേ ഭി മഹാറാണി ഹോ സഗൂങ്കി, അപ്പോൾ മാത്രമാണ് ഞാനും അങ്ങയുടെ മഹാറാണിയായി മാറുകയുള്ളൂ എന്ന് മറുപടി ഞാൻ അന്ന് അങ്ങയ്ക്ക് തന്നിരുന്നു എന്നാണ് രേഖ പറയുന്നത്. ആജ് കലിംഗ വിജയ്ക്ക് ബാദ്, ഇന്ന് കലിംഗ വിജയത്തിന് ശേഷം, ആപ്കെ സമാൻ, താങ്കൾക്ക് തുല്യനായി, ആര്യവർത്ത് മേ കോയി സമ്രാട്ട് നഹി ഹെ, ഈ ആര്യവർത്ത് അല്ലെങ്കിൽ ഈ ഭാരതഭൂമിയിൽ മറ്റൊരു ചക്രവർത്തി ഇല്ല എന്നാണ് രേഖ പറയുന്നത്. അതായത് ഈ ലോകം അല്ലെങ്കിൽ ഈ ഭാരതഭൂമി മുഴുവനായി എന്നാണോ അങ്ങ് വെട്ടിപ്പിടിച്ച് സ്വന്തമാക്കുന്നത്, അന്ന് ഞാനും അങ്ങയുടെ മഹാറാണിയായി മാറും എന്നാണ് രേഖ അശോക ചക്രവർത്തിയോട് പറഞ്ഞത്. അശോക്: തുമാര സങ്കേത് സമച്ച് രഹാ ഹും. രേഖ: तो फिर क्या ये हार आज हम दोनों को सदा के लिए बांध न देगा. അപ്പോൾ രേഖയുടെ കയ്യിൽ ഒരു പൂമാലയൊക്കെ പിടിച്ചിട്ടാണ് രേഖ അവിടെ നിന്നിരുന്നത്. അതായത് അശോക ചക്രവർത്തി കലിംഗ വിജയം കഴിഞ്ഞ് അങ്ങോട്ട് കടന്നു വരുമ്പോൾ അദ്ദേഹത്തെ അത് നൽകി ആദരിക്കുന്നതിന് വേണ്ടിയാണ് അവൾ ആ പൂക്കളൊക്കെ ആയിട്ട് അവിടെ നിന്നിരുന്നത്. അപ്പോൾ ഈ സമയം ചോദിക്കുകയാണ് അവൾ, ഫിർ ക്യാ, പിന്നീട് എന്തുകൊണ്ട്, യേ ഹാർ ആജ്, ഈ മാല നമുക്ക്, ഹം ദോനോക്കോ, നമുക്ക് രണ്ടുപേർക്കും, സദാക്കേലിയെ ബാന്ധിന്ന ദേഗ, നമ്മളെ എന്നേക്കുമായി ഈ മാലകൾ കൊണ്ട് ബന്ധനസ്ഥനാക്കിക്കൂടെ, അല്ലെങ്കിൽ ബന്ധനസ്ഥരാക്കിക്കൂടെ എന്നാണ് അവൾ ചോദിക്കുന്നത്. അതായത് അതിനുള്ള അവസരമായി കഴിഞ്ഞു എന്നാണ് രേഖ പറയുന്നത്. ആതുരത കെ സാത്ത് സമ്രാട്ട് ആജ് ഹമാരെ നിസീം സുഖ കി രാത്രി ഹെ, എന്നിട്ട് അവൾ പറയുകയാണ്, അല്ലയോ ചക്രവർത്തി, ഇന്ന് നിസീം സുഖയ്ക്ക്, ഈ ദിവസം എന്ന് പറയുന്നത് നമ്മുടെ, നിസീം എന്ന് പറയുന്നത് അതിരില്ലാത്ത സുഖത്തിൻ്റെ രാത്രിയാണ്. അതായത് കലിംഗ വിജയ കഴിഞ്ഞ് അശോക ചക്രവർത്തി കടന്നു വന്ന ആ രാത്രി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ സന്തോഷത്തിന് അതിരില്ല. ആജ് ഹമാരെ ഉപവൻ മേ വസന്ത് ഛായ ഹേ, ഇന്ന് നമ്മുടെ ഉപവനത്തിൽ, അതായത് നമ്മുടെ മനസ്സാകുന്ന ആ ഉപവനത്തിൽ വസന്തമാണ്. ആജ് മേരെ ജീവൻ കി സാധന സഫൽ ഹോ രഹി ഹേ, ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഉപാസന അല്ലെങ്കിൽ ലക്ഷ്യം സഫലമായിരിക്കുന്നു. നജാനെ കബ് സെ ഇസ് ക്ഷൺ കി ബാഡ് ജോ രഹി ഥി, എനിക്കറിയില്ല എത്ര കാലമായി ഞാൻ ഈ നിമിഷത്തെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന്. ബാഡ് ജോഹിന എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ കർണ. മേരാ ഹാർ സ്വീകാർ കരോ അശോക്, എന്നിട്ട് അവൾ
തൻ്റെ ഈ പൂമാല അങ്ങ് സ്വീകരിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ട് അത് അശോകനെ അണിയിക്കുകയാണ് രേഖ ചെയ്യുന്നത്. अशोक ठहरो रेखा, ठहरो अशोक രേഖ തുമാരെ സുഖ് മേ മേരാ സുഖ് ഹെ. അശോക് പറയുകയാണ് വീണ്ടും രേഖയോട്, അല്ലയോ രേഖ, തുമാരെ സുഖ് മേ മേരാ സുഖ് ഹെ, നിന്റെ സുഖമാണ് എൻ്റെയും സുഖം. തുമാരെ ആനന്ദ് മേ മേരാ ആനന്ദ് ഹെ, മാത്രവുമല്ല നിന്റെ ജീവിതത്തിലെ ആനന്ദമാണ് എൻ്റെയും ആനന്ദം. പർ ആജ് ന ജാനെ, പക്ഷെ ഇന്ന് എനിക്കറിയില്ല. ക്യോ മേരെ ഹൃദയമേ കൊഹരാ സാ ഛായാ ഹുവാ ഹെ, എന്താണ് എൻ്റെ ഹൃദയത്തിൽ മഞ്ഞുപോലെ ഒരു നിഴൽ വ്യാപിച്ചു കിടക്കുന്നു. എന്താണെന്നറിയാത്തൊരു വേദന, ഒരു വിഷമം എൻ്റെ മനസ്സിലുണ്ട്. രഹ് രഹ് കർ ഉപേന്ദ്ര കെ അന്തിം ശബ്ദ കാനോമേ ഖൂഞ്ച് ഉടുത്തെ ഹെ, അതുപോലെ തന്നെ ഉപേന്ദ്രൻ്റെ അവസാന വാക്കുകൾ എൻ്റെ ചെവിയിൽ മുഴങ്ങിക്കേൾക്കുന്നു. അതായത് കലിംഗ യുദ്ധം നടക്കുന്ന സമയത്ത് ഉപേന്ദ്രൻ അശോക ചക്രവർത്തിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു നാൾ നീ നിന്റെ ശത്രുവിൻ്റെ സേവകനായി മാറുമെന്ന്. അപ്പോൾ ആ വാക്കുകൾ എൻ്റെ മനസ്സിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അശോക ചക്രവർത്തി പറയുന്നത്. रह रह कर उन सहस्रों कैदियों का चित्र मेरी आंखों के सामने गिंज जाता है. അതുപോലെ തന്നെ നൂറുകണക്കിന് ആളുകളെ തടവിലടച്ചിട്ടുണ്ട്. അവരുടെ ചിത്രങ്ങൾ, അവരുടെ രൂപങ്ങൾ എൻ്റെ മുന്നിൽ വരച്ചിട്ടതുപോലെ വന്നു നിൽക്കുന്നു. രഹ് രഹ് കർ വീദ് ശോക് കെ നിർവാസിത് ക ദൃശ്യ യാദ് ആ ജാത്താ ഹെ, അതുപോലെ തന്നെ വീദ് ശോകിനെ രാജഭവനത്തിൽ നിന്ന് പുറത്താക്കിയ ദൃശ്യവും എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നു. കഹ്നഹി സക്ത ക്യോം അന്മന ഹോ രഹാഹും, എന്താണെന്നറിയില്ല, വല്ലാത്തൊരു അന്മന എന്ന് പറഞ്ഞാൽ ഉദാസീനത, ദുഃഖ്, വല്ലാത്തൊരു ദുഃഖം എൻ്റെ മനസ്സിലുണ്ട് രേഖ. മേം അപ്പിനെ ആപ്കോ ഭൂലിനെ ആയാഹും, ഞാൻ എന്നെ തന്നെ മറക്കുവാനാണോ വന്നിട്ടുള്ളത്? അതായത് അശോക ചക്രവർത്തി ചോദിക്കുന്നത് ഞാൻ എൻ്റെ ലക്ഷ്യം തന്നെ മറന്നു പോവുകയാണോ രേഖ എന്നാണ്. രാത്രിക്ക് അഞ്ചൽ മേ അപ്പിനി മലിനത ഘോനെ, ഈ രാത്രിയുടെ മറവിൽ എനിക്ക് എൻ്റെ മാലിന്യത്തെ, അതായത് എൻ്റെ മനസ്സിലെ മാലിന്യത്തെ, എൻ്റെ മനസ്സിലെ ദുഷ്ടതയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി, കഴുകിക്കളയുന്നതിന് വേണ്ടി കോയി ഗായിക നഹി ഹേ, ഏതെങ്കിലും ഗായികയുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. അതായത് ചക്രവർത്തിയുടെ മനസ്സിനെ സന്തോഷിപ്പിക്കത്തക്കതായ രീതിയിലുള്ള എന്തെങ്കിലും ഒരു ഗാനമെങ്കിലും കേൾക്കാൻ സാധിക്കുമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. രേഖ ഉസാസിലേഖ, ഉസാസിലേന എന്ന് പറഞ്ഞാൽ ശ്വാസലേനയാണ്, ശ്വാസം എടുക്കുക എന്നാണ്. സമ്രാട്ട് ആപ്കി എ നിഗോഡി കൽപ്പന മേരി സബ്സെ ബഡി ബൈരിൻ ഹെ, എന്നിട്ട് അവൾ പറയുകയാണ്, അല്ലയോ ചക്രവർത്തി, അങ്ങയുടെ ഈ നിഗോഡി കൽപ്പന, അങ്ങയുടെ ഈ നിഗോഡി കൽപ്പന എന്ന് പറഞ്ഞാൽ ബുരാ സങ്കല്പ്, അതായത് മോശമായ, വേണ്ടാത്ത അങ്ങയുടെ ഈ ചിന്തകൾ, മേരി സബ്സെ ബഡി ബൈരിൻ ഹെ, അവയാണ് എൻ്റെ ഏറ്റവും വലിയ, ബൈരിൻ എന്ന് പറയുന്ന ശത്രു, എൻ്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് അങ്ങയുടെ അനാവശ്യ ചിന്തകളാണെന്നാണ്. അതായത് മോശമായി ഒന്നും സംഭവിക്കുകയില്ല, അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ടതില്ല എന്നാണ് രേഖ അശോക ചക്രവർത്തിയോട് പറയുന്നത്. രേഖ വോ നൈ ഗായിക ആയി ഹെ, രേഖ നന്ദിനിയെ വിളിക്കുകയാണ്, നന്ദിനിയോട് ചോദിക്കുകയാണ് ആ പുതിയ ഗായിക വന്നിട്ടുണ്ടോ എന്ന്. നന്ദിനി ജി വോ തോ ആപ് ഹി ആയി ഗയി, രേഖ ഉസ്സെ കഹോ കി സമ്രാട്ട് ഉസ്ക ഗാന സുനേങ്കെ. അപ്പോൾ നന്ദിനി പറയുന്നു അവൾ വന്നിട്ടുണ്ട്. രേഖ അപ്പോൾ ആവശ്യപ്പെടുകയാണ് മഹാരാജാവിന് വേണ്ടി ഒരു പാട്ട് പാടാൻ അവളോട് പറയുക എന്ന്. അശോക് ഓർ സുനോ നന്ദിനി രുക് ജാതി ഹെ, ഉസ്സെ കഹോ കി ഏസാ ഗീത് ഗായേ. അശോക ചക്രവർത്തി നന്ദിനിയോട് പറയുകയാണ്, അതായത് അവളോട് പറയണം ഇപ്രകാരമുള്ള ഗാനം പാടാൻ. ഹൃദയക്കോ ഗുദ്ഗുദാദേ, ഗുദ്ഗുദാദേന എന്ന് ഉല്ലാസ് ദേന എന്നാണ്, ഹൃദയത്തിന് ഉല്ലാസം പകരാൻ തക്കതായിട്ടുള്ള, പ്യാർ കാ രാഗ് സ്നേഹത്തിൻ്റെതാകുന്ന, നയേ വസന്ത് കാ കോയൽ കാ രാഗ് പുതിയ വസന്തത്തിലെ കുയിൽനാദം പോലെയുള്ള, മനസ്സിനെ തരളമാക്കാൻ കഴിവുള്ള ഗാനം പാടാൻ അവളോട് പറയണം എന്നാണ് അശോക ചക്രവർത്തി ആവശ്യപ്പെടുന്നത്. രേഖ ഇസ് ഗായിക കാ സ്വർ അത്യന്ത് മധുർ ഹേ, അപ്പോൾ രേഖ പറയുകയാണ് ഈ ഗായികയുടെ സ്വരം വളരെ മനോഹരമാണ്. ആജ് യഹി മേരെ ഭവൻ കെ പാസ്, ഇന്ന് അവൾ എൻ്റെ രാജഭവനത്തിൻ്റെ അടുത്തുകൂടെ, അതായത് രാജമാർഗ് പർ, ഈ രാജമാർഗത്തിലൂടെ, ആപ്പ് ഹി ആപ്പ് ഗാ രഹി തി, സ്വയം പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതായത് രേഖയുടെ രാജഭവനത്തിൻ്റെ സമീപത്തുള്ള രാജപാതയിലൂടെ പാട്ടുകൾ പാടിക്കൊണ്ട് പോവുകയായിരുന്നു ആ ഗായിക. മേനെ ബുലായ, അപ്പോഴാണ് ഞാൻ അവളെ വിളിച്ചത് എന്നാണ് രേഖ പറയുന്നത്. തുരന്ത് തയ്യാർ ഹോ ഗയി, അവളോട് ഗാനങ്ങൾ പാടാൻ തയ്യാറാണോ എന്ന് ചോദിച്ചപ്പോൾ അവൾ പെട്ടെന്ന് തയ്യാറാവുകയും ചെയ്തു.
മാനോ മേരി ബാഡ് ജോഹ് രഹി ഹോ, എൻ്റെ പ്രതീക്ഷ പോലെ തന്നെ അവൾ ഇങ്ങോട്ട് വന്നു. അശോക് മാനോ സ്വപ്ന സെ ജാഗ് കർ കിത്തന സുന്ദർ ഹെ. അങ്ങനെ ഗായികയെ അങ്ങോട്ട് വിളിക്കുകയാണ്. ഗായിക അടുത്തുള്ള മുറിയിലിരുന്നു കൊണ്ട് പാട്ടുകൾ പാടാൻ തുടങ്ങി. അശോക് ആ ഗാനം കേൾക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, കിത്തിന സുന്ദർ ഹെ, എത്ര സുന്ദരമായ ഗാനമാണത്. രേഖ ഇസ്കെ ഗായൻ മേ തോ പ്രഭാത് കെ പക്ഷിയോ കി സി നവീനത ഹെ. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, അല്ലയോ രേഖ, ഇവളുടെ പാട്ടിൽ പ്രഭാതത്തിലെ പക്ഷികളുടേതുപോലെയുള്ള ഒരു പുതുമയുണ്ട്. അതായത് പ്രഭാതത്തിൽ പക്ഷികൾ പാട്ടുകൾ പാടുന്നത് കേൾക്കാറുണ്ട് നമ്മൾ, അതുപോലെ ഒരു പുതുമയുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. നൂബുർ കി സി ചഞ്ചൽ ധ്വനി. അതുപോലെ തന്നെ നൂബുർ എന്ന് പറയുന്നത് പാദസ്വരത്തിനാണ്. പാദസ്വരത്തിൻ്റെതുപോലെ ചഞ്ചലമായ ധ്വനിയാണ് അവളുടെ സ്വരം. തുമ്നെ ഉസെ കമരെ മേ ക്യോ ബിട്ടാ രഖാ ഹെ. എന്നിട്ട് അദ്ദേഹം രേഖയോട് ചോദിക്കുകയാണ്, അല്ലയോ രേഖ, നീ എന്തിനാണ് അവളെ മറ്റൊരു മുറിയിൽ ഇരുത്തിയിരിക്കുന്നത്? എഹാം ബുലാവോന, അവളെ ഇങ്ങോട്ട് വിളിച്ചുകൂടെ എന്നാണ് ചോദിക്കുന്നത്. അതായത് രാജാവിൻ്റെ മുന്നിൽ വന്നു നിന്ന് പാട്ടുകൾ പാടാൻ അവളെ അനുവദിച്ചുകൂടെ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. രേഖ ഗായിക കോ ദേഖ്നെ സെ ഉസ്കാ സ്വർ മാധുര്യ ഘട് ജായേഗ സമ്രാട്ട്. അപ്പം രേഖ അതിന് മറുപടി പറയുന്നത്, അല്ലയോ ചക്രവർത്തി, ഗായികയെ കണ്ടാൽ അവളുടെ സ്വരമാധുര്യത്തിന് കുറവ് സംഭവിച്ചു പോകും. അതായത് അവളെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ അവളുടെ ഗാനം അത്ര നല്ലതുപോലെ ആസ്വദിക്കാൻ സാധിക്കുകയില്ല എന്നാണ് അവൾ പറയുന്നത്. അതായത് രേഖയ്ക്ക് മനസ്സിൽ ചെറിയൊരു വിഷമം കൂടിയുണ്ട്. ആ ഗായികയെ കണ്ടിട്ടുണ്ടെങ്കിൽ രാജാവ് അവളിലെങ്ങാനും ആകൃഷ്ടയായി പോയാലോ, തന്നെ മറന്നു പോയാലോ എന്നെല്ലാമുള്ള ഭയവും രേഖയ്ക്കുണ്ട്. അതുകൊണ്ടാണ് രേഖ ഇപ്രകാരം ചെയ്യുന്നത്. അശോക് ഹസ്തേ ഹുയെ ഫിർ വഹി ഈർഷ്യ. അശോക് വീണ്ടും ചോദിക്കുകയാണ്, അപ്പോൾ നിനക്ക് അതേ കുശുമ്പോ, അതായത് ഇതിനു മുമ്പും അശോകും രേഖയും തമ്മിൽ ആ ഗായികയെക്കുറിച്ച് സംസാരിച്ചിരുന്നു. തും മുझे കംസോർ സമജ്ജത്തി ഹോ. എന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, അല്ലയോ രേഖ, നീ എന്നെ ബലഹീനയായിട്ടാണോ കാണുന്നത്? അതായത് ഏതെങ്കിലും ഒരു സ്ത്രീയുടെ പാട്ടിൽ മയങ്ങി അവളിൽ ആകൃഷ്ടയായി പോകുമെന്നാണോ നീ ചിന്തിക്കുന്നത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. രേഖ നഹി അപ്നേക്കോ അശോക് കുച്ച് ബി ഹോ ഉസ്കെ ഗാനെ മേ തല്ലീനത ഹെ. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, എന്തെങ്കിലും ആകട്ടെ, ഉസ്കെ ഗാനെ മേ തല്ലീനത ഹെ, അവളുടെ ഗാനത്തിൽ വല്ലാത്തൊരു തല്ലീനത മഗ്നുഹോന, മൻകോ മഗ്ന കർണ, മനസ്സിനെ മഗ്നമാക്കാനുള്ള അല്ലെങ്കിൽ അത് ലയിപ്പിക്കാനുള്ള കഴിവ് അവളുടെ പാട്ടിനുണ്ട്. വിഭോർ ഹൃദയക്ക് ജങ്കാർ, മഗ്നമായ ഹൃദയത്തിൻ്റെ മുഴക്കമാണ് ആ കേൾക്കുന്നത്. ഏക് ബാത് സോച്താ ഹും മേം രേഖ. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഞാനൊരു കാര്യം ചിന്തിക്കുകയാണ് രേഖ. നന്ദിനി കാ പ്രവേശ് രേഖ ഔർ അശോക് ഹാം അവശ്യ നന്ദിനി കാ പ്രസ്ഥാൻ ഏക് ബാത് സോച്താ ഹും മേം. ഇപ്പം നന്ദിനി അങ്ങോട്ട് വരികയാണ്, പിന്നീട് അവൾ കടന്നു പോവുകയാണ്. ഏക് ബാത് സോച്താ ഹും മേം. വീണ്ടും അശോക ചക്രവർത്തി രേഖയോട് പറയുകയാണ്, ഞാനൊരു കാര്യം ചിന്തിക്കുകയാണ് രേഖ. ക്യാ ഇസ് ഗായിക കെ ആനന്ദിത് സ്വർ കെ പീച്ചെ. എന്താ ഈ ഗായികയുടെ ആനന്ദം നിറയ്ക്കുന്ന സ്വരത്തിന് പിന്നിൽ? സച്ച് ഹി ഏക് ഏസാ ഹൃദയ ഹേ. സത്യമായും ഇപ്രകാരം ഒരു ഹൃദയമുണ്ട്. ജോ ഹർഷ സെ ഫൂലാന സമാതാഹോ, അത് ഹർഷം കൊണ്ട്, ഫൂലാന സമാന എന്ന് പറഞ്ഞാൽ അത്യധിക പ്രസന്ന ഹോന, അത്യധികം പ്രസന്നമാണോ, അതായത് സന്തോഷം കൊണ്ട് തന്നെയാണോ, മനസ്സ് നിറഞ്ഞു തന്നെയാണോ ആ പെൺകുട്ടി ആ ഗാനം പാടുന്നത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ക്യാ ഉഷ ഉർ സന്ധ്യ കി കിരണോ കോ ചൂക്കർ ജോ ചിടിയ ബർബസ് ഗാ ഉടുത്തി. എന്നിട്ട് അദ്ദേഹം അതിന് ഉദാഹരണമായി പറയുകയാണ്, അതായത് ഉഷ ഓർ സന്ധ്യാക്കി കിരണവും, അതായത് പ്രഭാതത്തിലും അതുപോലെ തന്നെ സന്ധ്യാകിരണത്തെയും സ്പർശിച്ചുകൊണ്ട് ജോ ചിടിയ ബർബസ് ഗാ ഉടുത്തി ഹേ, ഏതൊരു പക്ഷികളാണോ, ബർബസ് ഗാന എന്ന് പറഞ്ഞാൽ നിർബന്ധപൂർവം പാടുകയാണ്. അതായത് മറ്റാർക്കോ വേണ്ടി പാടുന്നത് പോലെ ആ പക്ഷികൾ എന്നും ആരോ വിളിച്ചുണർത്തുന്നത് പോലെ അവയുടെ സമയമാകുമ്പോൾ, പ്രഭാതമാകുമ്പോഴും അവയുടെ പാട്ടുകൾ തുടങ്ങുന്നു. അതുപോലെ തന്നെ സന്ധ്യാസമയമാകുമ്പോഴും തുടങ്ങുന്നു നിർബന്ധപൂർവം തന്നെ. വേ സബി സുഖി ഹേ, അവയെല്ലാം സന്തുഷ്ടരാണെന്നാണോ നീ കരുതുന്നത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. കോൻ ജാനെ രേഖ, ആർക്കറിയാം രേഖ. ഉസ്കെ ഈ സുഹാവനെ ഗീത് കെ നീച്ചെ, അവളുടെ ഈ സുന്ദരമായ പാട്ടിന് പിന്നിൽ, അതായത് സുഹാവനെ എന്ന് പറഞ്ഞാൽ സുന്ദരമായ ഗാനത്തിന് പിറകിൽ, ഏക് ജർജർ ഔർ പീഡിത് ഹൃദയ ചിപ്പാഹെ, ഒരു ജീർണിച്ച, ജർജർ എന്ന് പറഞ്ഞാൽ ജീർണിച്ച,
പിടയ്ക്കുന്ന അല്ലെങ്കിൽ വേദനിക്കുന്ന ഒരു ഹൃദയമുണ്ടോ എന്ന് ആർക്കറിയാം. അതായത് ആ ഗായിക ആ ഗാനങ്ങൾ പാടുമ്പോൾ അവളുടെ ഹൃദയം വളരെയധികം വേദനിക്കുന്ന ഒരു ഹൃദയമാണത്, അത് ഉറപ്പാണ് എന്നാണ് അശോക ചക്രവർത്തി പറയുന്നത്. ബാക്കി ഭാഗം നമുക്ക് അടുത്ത പാർട്ടിൽ നോക്കാം. എല്ലാവരും അവരവരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യണം. താങ്ക് യു.